ഹലോ ഗായ്സ്, സൺഡേ വീഡിയോ പാർട്ട് 2 ആണ്. ഓക്കെ, ഞാനിപ്പോൾ ബീഫ് കുക്ക് ചെയ്യാൻ പോവാണ്. ആ ബീഫിന്റെ സ്മെല്ലടിച്ച് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ ഭയങ്കര കുഞ്ചനാണല്ലോ. എവിടെയോ ഒരു സ്മെല്ലടിച്ചിട്ടുണ്ടല്ലേ ഹനി. ബീഫ് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബീഫിന്റെ മണം അടിച്ചപ്പോഴേക്കും യു വാണ്ട് ബീഫ്? നീ ക്യാറ്റ് ഫുഡ് മാത്രം കഴിക്കില്ലേ ഉള്ളൂ. ഒരു ചെറിയ പീസ് ഹണിക്ക് കൊടുക്കാണ്, ഇല്ലെങ്കിൽ പാവം ഹണി കൊതിയിടും. കമോൺ നാ. വേണ്ടേ? വേണ്ടല്ലോ നിനക്ക്. നമ്മൾ ഗേൾസ് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കൂല അല്ലേ. ഞങ്ങൾ ക്യാറ്റ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഇത് ഹ്യൂമൻ ഫുഡാണ് അല്ലേ. കണ്ട ലുക്കല് ഗൈസ്, പക്ഷേ ബീഫ് കട്ട ഫ്ലോപ്പായി പോയി ഗൈസ്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാക്കിയതാണ്. എല്ലാം അതുപോലെ തന്നെ കറക്റ്റായിരുന്നു, ഒക്കെ കറക്റ്റായിരുന്നു, ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷേ കുഞ്ചൊന്ന് പട്ടിണിയാണ് ഗൈസ്. കുഞ്ചു മാത്രമല്ല ഞാനും പട്ടിണിയാണ്. യൂനോ, ആർക്കെങ്കിലും എൻ്റെ ഈ ബീഫ് കറി എങ്ങനെയാണ് ഫ്ലോപ്പായെന്ന് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ബീഫ് കറി ഫ്ലോപ്പായതുകൊണ്ട് സൺഡേക്കല്ലേ, എന്നാൽ പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു കുഞ്ചു. സോ ഞാൻ റെഡി ആവാണ് ഗൈസ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു ഞാൻ പുട്ടിക്കിട്ട് ഒന്ന് സെറ്റായി വരാൻ. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴേക്കും നമ്മുടെ പൂച്ച സാറുമാരെല്ലാവരും നല്ല ഉറക്കമായിട്ടുണ്ട് ഗൈസ്. പൂച്ച സാറുമാർ മാത്രമല്ല ഗൈസ്, കുഞ്ചു സാറും എന്നെ വെയിറ്റ് ചെയ്തിരുന്ന പ്രാന്തായി. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ അമൃത TV-യിൽ കുഞ്ചുവിൻ്റെ ഒരു പ്രോഗ്രാം. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും തടി വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഹെൽത്തി റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. ഫൈനലി ഞങ്ങൾക്കൊരു ഹെൽത്തി റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ നേരെ ചെന്ന് നിൽക്കുന്നത് ഷാർജയിലാണ്. ഇവിടെ എന്താ പരിപാടി എന്നല്ലേ, സൺഡേസും ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് വർക്കിംഗ് ആണ് ഗൈസ്. കണ്ടോ, ഇവരൊക്കെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? അങ്ങനെ രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പിണ്ട് ഇവിടെ ഒരാൾ ഡയറ്റിലാണ്, ഫുഡൊന്നും കഴിക്കണില്ല പോലും. ജൂൺ 1-ാം തീയതിക്ക് മുമ്പ് സജാദ് ഡയറ്റ് 6 പാക്ക് ആയില്ലെങ്കിൽ സജാദ് ഓഫീസിൽ സാരി എടുത്ത് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജൂൺ 1-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞില്ലേ? അല്ല പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? അതാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ മറ്റേ കംബാക്ക് ചെയ്യുമ്പോ ഉറപ്പായിട്ടും ജൂൺ 1-ാം തീയതി 6 പാക്ക് ആയില്ലെങ്കിൽ, ആ വയറ് 6 പാക്ക് ആയില്ലെങ്കിൽ സജാദ് പച്ച സാരി എടുത്ത് ഓഫീസിൽ, ഏത് കളർ വേണ്ട? പച്ച സാരി എടുത്ത് ഓഫീസിൽ വരും. സോ നമ്മളെല്ലാരും ജൂൺ 1-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്.